ഹലോ, ഗുഡ് മോർണിംഗ്. ഉറങ്ങാത്തത് കൊണ്ടാണ് മുഖമൊക്കെ ആകെ ഇതായിട്ടിരിക്കുന്നത്. ഞാനിങ്ങനെ ഡോക്ടർ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ എണീച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് പോയി. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കുഴപ്പമില്ല, ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് പോലുമില്ല. ഹീമോഗ്ലോബിൻ 14 ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം 13 എന്നുള്ളതല്ലാതെ അതവൾ ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കുന്നത് കൊണ്ടാണ്. ഡയറ്റ് നോക്കിയിട്ടും കാര്യമില്ല, 2 kg എക്സസ് ആയതേ ഉള്ളൂ, അല്ലാതെ കുറഞ്ഞിട്ടില്ല. പിന്നെ പിന്നെ സ്കാനിങ്ങിൽ അബ്ഡോമൻ പെൽവിസൊക്കെ സ്കാൻ ചെയ്തതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല, ഒരു തരത്തിലുള്ള വിഷയവുമില്ല. അപ്പം അതിൻ്റെ ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഈ 2-3 ദിവസം നമുക്ക് കുഞ്ഞു കുട്ടിയായതുകൊണ്ട് ഓവർഡോസ് ടാബ്ലറ്റ് കൊടുക്കുന്നതിന് പകരം ഇഞ്ചക്ഷനായിട്ട് IV ആയിട്ട് കൊടുത്തതായിരുന്നു. അവൾക്ക് ഹോർമോൺ ഇംബാലൻസ് മാത്രമാണുള്ളത്. PCOS എന്ന് പറയുന്ന നോർമലായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് കംപ്ലീറ്റ് സാധനം എടുത്തു വന്നു, എല്ലാ സാധനങ്ങളും എടുത്ത്, കൂടുതൽ ഡ്രസ്സൊക്കെ എടുത്തു. കാരണം എന്ത് വന്നാലും ഓക്കെ അതനുസരിച്ചിട്ട് ഉൾക്കൊള്ളാനുള്ളൊരു എന്താണെന്ന് എനിക്കറിയത്തില്ല. ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. എനിക്കറിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ പല രീതിയിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, എനിക്ക് 17 വയസ്സുണ്ടായിരുന്നുള്ളൂ എൻ്റെ കുഞ്ഞിനെ കിട്ടുമ്പോൾ. അതൊരു കാരണം. 2 മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ ഒരുപാട് പീഡനങ്ങൾ ആ സമയത്ത് അനുഭവിച്ചിരുന്നു. എന്നെ അടിച്ചതും പിടിച്ചതും ഉൾപ്പെടെ എനിക്ക് മെൻ്റലി തന്ന ഓവർ എൻ്റെ മനസ്സിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള ഷോക്കുകളും ബാക്കി കാര്യങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും തൊട്ട് അതെല്ലാം എൻ്റെ കുഞ്ഞിനെയാണ് ബാധിച്ചത്. അവൾ 1.5 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവം സഹായിച്ചിട്ട് ആ ജനിച്ച സമയത്തുള്ള 17 വർഷം കഴിയുമ്പോൾ അവളെ കിട്ടിയ സമയത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഓരോന്നോരോന്നായിട്ട് അപ്രത്യക്ഷമായിക്കൊണ്ടേ ഇരിക്കുക എൻ്റെ കുഞ്ഞിനെ. എനിക്കറിയില്ല, എന്നെ കുറേ എൻ്റെ കുഞ്ഞിലെ, എൻ്റെ ബാല്യത്തിലും എൻ്റെ കൗമാരത്തിലൊക്കെ എന്നെ ഒരുപാട് പരീക്ഷിച്ച ദൈവം എനിക്കിതുപോലെ അത്ഭുതങ്ങൾ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണ് ഇതൊക്കെ അപ്രത്യക്ഷമാവണേന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം അവൾക്ക് 8 വയസ്സുള്ളപ്പോഴേ അവൾക്ക് ഈസ്ട്രജൻ ഹോർമോൺ കൂടുതലാണ്, അവൾക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കണ്ണിൻ്റെ കലകൾക്ക് കട്ടി കുറവായിരുന്നു, കിഡ്നിക്ക് സ്വെല്ലിങ് ഉണ്ടായിരുന്നു. പ്രസവിച്ച സമയത്ത് ഞാനൊരു കൊച്ചു കുട്ടിയായിരുന്നു. ഇന്നത്തെ എൻ്റെ പൊന്നൂൻ്റെ അത്രയും ഞാനുണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ കൊച്ചു കുഞ്ഞായിരുന്നു. അപ്പം അതിനെ കൊണ്ട് ഞാൻ ഓടി നടന്ന് ലോകം മുഴുവൻ ജോലി ചെയ്യാനും, കമ്പനികളിൽ മുഴുവൻ ഷോപ്പിൽ, എൻ്റെ സ്വന്തം ഷോപ്പിൽ തറയിൽ പാവിച്ചൊക്കെ കിടത്തിയാണ് ഞാൻ ജോലി ചെയ്തതും ഒക്കെ ബിസിനസ് ചെയ്തതും ഒക്കെ ചെയ്തത്. പക്ഷേ എനിക്കറിയില്ല, എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കണം എൻ്റെ കുഞ്ഞിന് യാതൊരു പ്രോബ്ലവും ഇല്ലാതെ പൂർണ്ണ ഹെൽത്തിയായി എൻ്റെ അറിയാറായ ഞാൻ ആദ്യമായിട്ട് സാലറി എന്ന് തൊട്ട് വാങ്ങി തുടങ്ങിയോ, എന്ന് തൊട്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ തുടങ്ങി, അന്ന് തൊട്ട് എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഇത്ര % വെച്ചിട്ട് ഞാൻ സക്കാത്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ വിഷമമായിട്ട് കണ്ടിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന പരിഹാരങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, എനിക്കറിയില്ല, കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഒരു പക്ഷേ നമ്മൾ ചെയ്ത ഒരുപാട് നല്ല നല്ല പ്രവൃത്തികളായിരിക്കാം ഇതുപോലെയൊക്കെ അത്ഭുതമായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരുപാട് 1, 2, 10, 100 അല്ല. എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെ ഒന്നും എടുത്ത് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഇട്ട് മാർക്കറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ പിന്നെ മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന, എല്ലാവരോടും നന്ദി. പൊന്നൂനൊരു കുഴപ്പവുമില്ല, പൂർണ്ണ ഹെൽത്തിയാണ്. അവളിതാ കിടന്നുറങ്ങുന്നു. അവൾ ഒരു കുഴപ്പമില്ല, പൂർണ്ണ ഹെൽത്തി ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. 4ാം തീയതി സിസ്റ്ററിൻ്റെ കല്യാണം ആയതുകൊണ്ട് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്. പ്രകൃതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു, ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ ഇതുപോലെ നമുക്ക് അത്ഭുതങ്ങളായിട്ടും, നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ദൈവം നമ്മളെ എത്ര വേദനിപ്പിച്ചോ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നമ്മളുടെ കൺമുമ്പിൽ തന്നെ ഒരുപാട് താമസിക്കാതെ തന്നെ ശിക്ഷകളായിട്ടും കൊടുക്കുകയും, അതുപോലെ തന്നെ നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളിൽ നമ്മൾ അനുഭവിച്ചതും ആരും കാണാതെ നമ്മൾ കരഞ്ഞതിനുമൊക്കെ നമ്മളെ ഇതുപോലെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്, എനിക്കറിയില്ല, ഇതുപോലെയൊക്കെയുള്ള ഓരോരോ മിറക്കിൾ കാണുമ്പോൾ എൻ്റെ പൊന്നുവിൻ്റെ റിസൾട്ട് വന്നതും, അവളിന്ന് 6 വയസ്സ് വരെ സ്പീച്ചില്ലാത്ത കുഞ്ഞിന്ന് 4 ലാംഗ്വേജ് സംസാരിക്കുന്നു. അതുപോലെ തന്നെ മലയാളം എഴുതാനും വായിക്കാനും ഒരു കണക്കിനും എല്ലാവരും അതിൽ
തോറ്റുപോയത് അവളെ പഠിപ്പിച്ചിട്ട് ആ കാര്യത്തിൽ. പക്ഷെ അതുൾപ്പെടെ അവൾക്ക് നല്ല പെർസെൻറ്റേജ് മാർക്കോട് കൂടിയിട്ട് CBSEയിൽ ഇപ്പം ജയിച്ചത് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ എൻ്റെ പൊന്നുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പം എന്താണ് അസുഖമെന്ന് അതുപോലും അറിയാതെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും എൻ്റെ അകമഴിഞ്ഞ എൻ്റെ എന്താ പറയുക ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി. ഈ 3-4 ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എനിക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. പാനിക് അറ്റാക്ക് വന്നു, ഒരുപാട് ബുദ്ധിമുട്ട് വന്നു, ഡിപ്രഷനും ലോൺലെസ്സും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അനുഭവിച്ച ഒരാളാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്രയും സിമ്പിളായിട്ടും ഇത്രയും ഭയങ്കരമായിട്ട് ടേക്ക് ഇറ്റ് ഈസി മൈൻഡിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന നിങ്ങൾ ഇത്രയും പേരും ചുറ്റിനും നിന്നുള്ള സപ്പോർട്ടാണ് കേട്ടോ. അതിന് 1000 നന്ദി. എനിക്ക് എത്ര നന്ദി പറയാം. എൻ്റെ പൊന്നുവിന് ഓരോ കമൻസും വായിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് അത് വായിച്ചു കൊടുക്കുമ്പോൾ അവൾക്കുള്ള സന്തോഷം, അവൾക്കുള്ള എന്താ പറയുക എനിക്കറിയില്ല. എല്ലാവരോടും ദൈവത്തിനൊക്കെ നന്ദി. അവൾക്ക് ജസ്റ്റ് ഹോർമോണൽ ഇംബാലൻസ്, കുറച്ച് ഹോർമോൺ ഇഷ്യൂസ് അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഇതുവരെയാണെങ്കിൽ എനിക്കും അവൾക്കും വന്നിട്ടുള്ളത് കഫക്കെട്ടാണ്. നമുക്ക് എപ്പോഴും പൊടിയോ ഇതോ എന്തെങ്കിലും അടിക്കുക, തലനീരിറങ്ങിയിട്ടുള്ള ഈ നീരിറക്കം, നീർവീഴ്ചയുള്ള കഫക്കെട്ടാണ് മെയിനായിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം. അത് ജനിച്ച നാൾ തൊട്ടേ ഉള്ള വിശേഷമാണ്. അല്ലാതെ എൻ്റെ വീഴ്ചയിൽ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഏതോ ലോകത്ത് കിടക്കുന്ന ഏതോ 1-2 അവന്മാർ വീഴ്ചയിൽ സന്തോഷിക്കുമ്പോഴത്തേക്ക് വെറുതെ സന്തോഷിക്കേണ്ട. ദൈവം എൻ്റെ കൂടെയാണ്. എന്നും ദൈവം എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. ഓരോ സാഹചര്യത്തിലും എന്നെ ആരേത് തരത്തിൽ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ ദൈവം അതനുസരിച്ച് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റായിട്ട് എനിക്ക് നന്മയായിട്ട് തിരിച്ചു തന്നിട്ടുമുണ്ട്. ആരെവിടെ ഞാൻ ജനിച്ച നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒരുപാട് സംഭവിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നും ദൈവം മാത്രമായിരുന്നു. അതുകൊണ്ട് വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് എന്നെ ഇത്രയും ഇതാക്കിയിട്ട് അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ വിട്ട് മരിച്ചു പോയി എന്ന് വയറ്റിനുള്ളിൽ തന്നെ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഇതാ ജീവനോടെ എനിക്ക് അന്ന് തിരിച്ചു കിട്ടിയ ഡോക്ടർ വരെ എല്ലാ ഡോക്ടേഴ്സും ഒന്ന് പറഞ്ഞ് ഇതൊരു മിറക്കിളാണെന്ന്. അതുപോലെ തന്നെ അവളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഓരോ ഡോക്ടേഴ്സും പറഞ്ഞു ഇത് മിറക്കിളാണെന്ന്. അതുപോലെ തന്നെ ഓരോരുത്തരും അപ്പോഴൊക്കെ പറയാറുള്ളത് ഞാൻ ഇപ്പം ഇവിടെ ഈ ഹോസ്പിറ്റലിൽ പോലും എല്ലാ നഴ്സുമാരും എനിക്ക് എൻ്റെ സ്വന്തം സിസ്റ്റേഴ്സിനെ പോലെ ഈവൻ ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഇവിടെ വന്ന ക്ലിനിക്കിന് വന്ന ചേച്ചിമാരുൾപ്പെടെ എൻ്റെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലെ എന്നോട് ബിഹേവ് ചെയ്ത തിരിച്ച് ഞാൻ അവരോടും. അപ്പോൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരും ഈ നിമിഷം വരെ ഞാൻ അടുത്ത് ഇടപഴകിയിട്ടുള്ള എല്ലാ പേരും എൻ്റെ അടുത്ത്, എന്നെ ഡയറക്റ്റ് അറിയുന്ന എല്ലാ പേരും എൻ്റെ അടുത്ത് നിന്നിട്ടുള്ളത്. അവരൊക്കെ ഓരോ സമയത്തും പറയുന്നതാണ് തൻ്റെ ജീവിതത്തിൽ ഇത് മിറക്കിളാണ്. ഓരോ കാര്യങ്ങളും പറഞ്ഞു അതേപോലെ ഇതും മിറക്കിളാണ്. കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ എൻ്റെ വേദനകളെല്ലാം ഞാൻ ഉള്ളിലൊതുക്കി അതെനിക്ക് BP കൂടിയിട്ടും ഡിപ്രഷനായിട്ടും ഡിപ്രഷനായിട്ടും ലോൺലെസ്സും പല മൂഡ് സ്വിങ്സും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ഇന്ന് ഫൈബ്രോയിഡിൽ വരെ എത്തി നിൽക്കുന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതും. ഞാൻ ഇതുവരെയുള്ള എൻ്റെ ദുരഭിമാനം ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാനും ഇതാക്കാനും ഒക്കെ ഞാൻ ഒരു ഉള്ളിലോട്ട് വലിഞ്ഞു നിന്ന് ഞാനൊന്ന് പുറത്തോട്ട് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇതാക്കാം. പക്ഷേ ഈ നിമിഷം എല്ലാവരും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ വരണോ നമ്മൾ വന്ന് നിൽക്കണോ എന്ന് ചോദിച്ചിട്ട് ഓരോരുത്തരും ചോദിച്ചാൽ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്ത പലരും ഞാനപ്പോൾ ഓരോരുത്തർ ഇത് ഞാൻ ഇന്ന സമയത്ത് അമ്മായിയും അടിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കിയും കാര്യങ്ങളൊക്കെ എൻ്റെ ആരുമല്ല ഒരു പരിചയമില്ലായിരുന്നു. അത് ആ കുട്ടിയാണല്ലോ ഇത്. അതുപോലെ ഓരോരുത്തരെ ഇത് ഞാൻ അന്ന് അങ്ങനെ സഹായിച്ചാണല്ലോ ഇന്ന് ഇങ്ങനെ സഹായിച്ചല്ലോ. അവരെല്ലാ പേരും ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 1, 2, 10 പേരിൽ ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഓരോരുത്തരും. കാരണം എനിക്ക് ഓരോരുത്തരെയായിട്ട് അറിയിക്കാൻ പറ്റില്ല. ഇവൻ എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പലരും. കാരണം ഇപ്പം എൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ് എല്ലാവരും എൻ്റെ വിശേഷങ്ങൾ അറിയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും അവർ ചോദിക്കുകയോ നമ്മൾ അറിഞ്ഞില്ലല്ലോ. കാരണം എനിക്ക് ആരെയും വിളിച്ചു പറയാനോ ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ എനിക്ക് ആരെ വിളിച്ചു പറഞ്ഞോ എന്ത് പറയണമെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഓരോരുത്തരും അറിഞ്ഞിട്ട് വിളിച്ചിട്ടും വന്ന് നിൽക്കണമെങ്കിൽ നിൽക്കാം, എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് ആള് എന്നുള്ള രീതിയിൽ സഹായം അങ്ങനെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്, ചേച്ചി തളരരുത്, ചേച്ചി ഇത്രയും ജീവിതം പൊരുതി വന്നല്ലേ എന്നിങ്ങനെ ഓരോരുത്തരും മെസ്സേജിലും കമൻറ്റിലും ഒക്കെ ആയിട്ട് കോൾ ചെയ്തിട്ടും ഒക്കെ പറയുമ്പോണ്ടല്ലോ സത്യത്തിൽ ഇത്രയും
ആദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. എനിക്കിപ്പോൾ നല്ല ധൈര്യമാണ്.